ഇന്ന് നമുക്ക് കുഴയ്ക്കാതെ പരത്താതെ ഒരു 10 40 50 പൂരിയൊക്കെ ഒന്നിച്ച് ഇതുപോലെ ഉണ്ടാക്കിയെടുത്താലോ. പിന്നെ ലാസ്റ്റിലൊരു ടിപ്പ് കൂടി ഉണ്ട്, വിടണ്ടാട്ടോ. നമ്മുടെ ഈ ചപ്പാത്തി ഉണ്ടല്ലോ, അതായത് നമ്മളുടെ മോഡേണിൻ്റെ ചപ്പാത്തിയാണ് ഞാൻ വാങ്ങിക്കാറ്. അപ്പോൾ മോഡേണിൻ്റെ ചപ്പാത്തി വാങ്ങിച്ചു, അതിനെ നേരെ ഇങ്ങോട്ട് എടുത്തു. അതിനുശേഷം നമുക്ക് എന്താ ചെയ്യേണ്ടത്, 10 എണ്ണത്തിന് ഹാഫ് കുക്ക് ചപ്പാത്തിയാണ്, ഇത് അറിയാമല്ലോ. പിന്നെ വേറെ പല കമ്പനികളുടെയും കിട്ടും, അപ്പോൾ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് വാങ്ങിക്കാം കേട്ടോ. പിന്നെ നമ്മുടെ ചപ്പാത്തിയൊക്കെ അപ്പോൾ എടുത്ത് വച്ചിട്ടുണ്ട്. ഇനി നേരെ എടുക്കുക, ഓരോന്നോരോന്നായിട്ടല്ല, എല്ലാം കൂടെ ഒന്നിച്ച് വേണമെങ്കിൽ ഒന്നിച്ചും വെച്ചെടുക്കുക കേട്ടോ. ഞാനിപ്പോൾ എന്തായാലും ഒരെണ്ണമായിട്ട് എടുത്ത് കാണിക്കുകയാണ്. പക്ഷേ എൻ്റെ കയ്യിൽ ഫോണുള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഞാൻ കട്ട് ചെയ്യുന്നത് കാണിക്കാൻ പറ്റില്ല. എന്നാലും ഇങ്ങനെയാണ് ഞാൻ കട്ട് ചെയ്യുന്നതെന്ന് പറയുക ചെയ്യണേ കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ അങ്ങനെ കട്ട് ചെയ്തു. അതിനുശേഷം നേരെ തിരിച്ചു വെച്ചിട്ട് ഓപ്പോസിറ്റും കട്ട് ചെയ്തു. അപ്പോൾ നേരെ എന്താ സംഭവിച്ചേ, ഒരു ചപ്പാത്തി എന്ന് പറഞ്ഞാൽ 4 പൂരിയായി മാറി. ഷേപ്പ് എങ്ങനെയായാലും എന്താ പൂരി തന്നെ അല്ലേ. പിന്നെ നമുക്ക് ഇതേപോലെ തന്നെ നമ്മളുടെ ചപ്പാത്തി മാവ് കുഴച്ചിട്ടും ഇതേപോലെ തന്നെ പൂരി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എളുപ്പത്തിൽ വലിയ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് നേരെ കട്ട് ചെയ്താൽ നമുക്ക് ഇഷ്ടം പോലെ വലുപ്പത്തിൽ നല്ല പൂരി ഒരുപാട് കിട്ടും. എങ്ങനെയുണ്ട് ടിപ്പ്? അടിപൊളിയല്ലേ? ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പൂരി അങ്ങോട്ട് കാച്ചിയെടുക്കാൻ. കണ്ടോ വരുന്ന വരവ്, കണ്ടോ കോമളച്ച്? അടിപൊളി പൂരിയായിരുന്നു കേട്ടോ, ഞങ്ങൾ കഴിച്ചിരുന്നു. അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്, അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്നത്. പിന്നെ ഉണ്ടല്ലോ, പാത്രം വലുതെടുത്ത് വെളിച്ചെണ്ണ കൂടുതൽ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒറ്റ ട്രിപ്പിൽ തന്നെ 5 6 ഒന്നിച്ച് കാച്ചി കോരാനും പറ്റും കേട്ടോ. അപ്പോൾ ബൈ.